ഹായ് ഹലോ, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ വീട്ടിൽ മണി പ്ലാന്റ് ഇപ്പോൾ നന്നായിട്ട് വളർന്നു നിൽപ്പുണ്ട്. കുറേയൊക്കെ അങ്ങ് നശിച്ചു പോയതാണ്. ഇപ്പോൾ ഈ മഴ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും അത് പൊട്ടിക്കിളിച്ച് നന്നായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഇത് പക്ഷേ എല്ലാം മഴ കാരണം മണ്ണ് കയറി നിൽക്കുന്നെങ്കിലും നന്നായിട്ട് തളർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്ന് നല്ല കുറച്ച് തൈ നോക്കിയെടുത്ത് നമുക്ക് അകത്ത് ജാറിനകത്താക്കി വെക്കാമെന്നും പറഞ്ഞ് അതിൻ്റെ കുറച്ച് നല്ല തണ്ട് നോക്കി എടുക്കുവാണേ. അപ്പം കുറേയൊക്കെ ഞങ്ങൾ അവിടെ താമസിക്കുന്ന സമയത്ത് ഒരുപാട് വെറൈറ്റീസ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. ഇപ്പം ഇങ്ങോട്ട് ഇവിടെ വന്നപ്പോഴത്തേക്കും കുറേയൊക്കെ നമ്മൾ അവിടെ ഉള്ളവർക്കൊക്കെ കൊടുത്തു. പിന്നെ കുറച്ചൊക്കെ അങ്ങ് ചീത്തയായിയൊക്കെ പോയി. പിന്നെ 2-3 തൈ മാത്രമേ ഉള്ളായിരുന്നു നമ്മുടെ കയ്യിൽ. അതിപ്പോൾ നന്നായിട്ട് വളർന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഈ ലോക്ക്ഡൗണൊക്കെ ആ സമയത്താണ് നമ്മൾ ഈ ചെടിയോട് ഇത്ര ഇൻട്രസ്റ്റ് തോന്നിയത് വളർത്താൻ. ഞങ്ങളവിടെ താമസിക്കുന്നതിൻ്റെ അപ്പുറത്തെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അവർക്ക് ഇഷ്ടം പോലെ ചെടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ലോക്ക്ഡൗൺ ആയ സമയത്ത് ആ ചേച്ചി ഇതെല്ലാം പുതിയ തൈയൊക്കെ വെച്ച് നല്ല അടിപൊളിയാക്കി വളർത്തിയെടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് നിൽക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോഴാണ് നമുക്കത് അങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായത്. അങ്ങനെ ആ ചേച്ചിയാണ് ആദ്യമായിട്ട് കുറച്ച് തൈയൊക്കെ നമുക്ക് തന്നത്. പിന്നെ നമ്മൾ ഓരോരുത്തരത്തൊക്കെ പോകുമ്പോഴൊക്കെ ഓരോന്നൊക്കെ മേടിക്കുകയും ഓരോ വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് വെച്ചും അതൊക്കെ വളർത്തിയെടുത്ത് ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെ മണി പ്ലാന്റൊക്കെ എടുത്ത് കൊണ്ടുവന്ന് നമ്മുടെ ഗ്ലാസ് ജാറിനകത്താക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പം ഇവിടെ പിന്നെ എല്ലാ ദിവസവും ഒരു 7 മണിയാകുമ്പോൾ എന്തെങ്കിലും ഒരു പലഹാരം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് മധുരക്കിഴങ്ങ് കുറച്ച് മേടിച്ച് വെച്ചതുകൊണ്ട് എന്നാൽ പിന്നെ അതങ്ങ് പുഴുങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് ഞാൻ പുഴുങ്ങാനായിട്ട് ഇന്ന് ഇഡ്ഡലി തട്ടിനകത്താണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇഡ്ഡലി തട്ടിൽ വെക്കുമ്പം നന്നായിട്ട് വെന്തുടഞ്ഞ് പോകാതെ കിട്ടും. അപ്പോൾ ഇന്ന് ഇഡ്ഡലി കുക്കറിനകത്ത് ആവിയിലാണ് പുഴുങ്ങിയത്. പിന്നെ ഒരു 6:15 കഴിയുമ്പോഴത്തേക്ക് ഇവിടെ വിളക്ക് വെക്കും. അങ്ങനെ അമ്മയും മോളും അവരെല്ലാവരും കൂടെ വിളക്കൊക്കെ വെച്ച് കുറച്ച് നേരം പ്രാർത്ഥിച്ച് പിന്നെ ഒരു 7 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മധുരക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും അതിൻ്റെ കൂട്ടത്തിൽ ഇത്തിരി ഉള്ളി ചമ്മന്തിയും കൂടെ അരച്ച് എല്ലാവരും കഴിച്ചു. കാരണം ഇതിൻ്റെ ഒന്നും റെസിപ്പീസ് ഒന്നും കാണിക്കുന്നില്ല. ഇതൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, ഷോർട്സായിട്ടും എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊന്ന് കയറി കാണണേ. മധുരക്കിഴങ്ങിൻ്റെ വീഡിയോ ഞാൻ ഇട്ടപ്പോഴേ നമ്മൾ ഇതിൻ്റെ കൂടെ കഴിക്കുന്ന ഉള്ളിച്ചമ്മന്തിക്ക് പകരം തിരുവനന്തപുരത്തൊക്കെ കുരുമുളക് ചതച്ചിട്ട് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഇതിൻ്റെ കൂടെ കഴിക്കുന്നതെന്ന് പറഞ്ഞു. നിങ്ങൾ കൊല്ലത്തൊക്കെ ഇങ്ങനെ മിക്കവാറുള്ളിടത്തെല്ലാം ഈ ഉള്ളിച്ചമ്മന്തിയാണ് കഴിക്കുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഇനി എങ്ങനെയാണ് മധുരക്കിഴങ്ങൊക്കെ വേവിക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കുന്നതെന്നൊന്ന് പറയണേ. ത്തേക്ക് വേണ്ടി അവിയൽ വെക്കാൻ വേണ്ടി കുറച്ച് ചക്കക്കുരു അരിഞ്ഞ് വെക്കാനുണ്ടായിരുന്നേ. അപ്പോൾ അതെല്ലാം എടുത്ത് റെഡിയാക്കി വെക്കുമ്പോഴാണ് പുറത്ത് നല്ല കാറ്റാണ്. ഇവിടെ കായൽവാരം ആയതുകൊണ്ട് നമുക്ക് ഈ കാറ്റൊക്കെ ഭയങ്കരമായിട്ട് അറിയാൻ പറ്റും, സൗണ്ടും. അപ്പം ഭയങ്കര കാറ്റും. കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ വലുതായിട്ട് പെയ്തില്ല. ഈ കാറ്റടിച്ചാൽ മഴക്കോളെല്ലാം അങ്ങ് ഒഴിഞ്ഞു പോയിട്ടുണ്ട്. രാത്രിത്തേക്ക് ഇനി കുറച്ച് ചിക്കൻ കറി വെക്കാനിരിപ്പുണ്ട്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ചിക്കൻ പീസസേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് ഞാൻ മസാല എല്ലാം കൂടെ അങ്ങ് പുരട്ടി വെച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഉപ്പ്, ഗരം മസാല, കുരുമുളക്, നമുക്ക് കറിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഈ ഇറച്ചിക്കകത്തങ്ങ് പുരട്ടി വെച്ച്. എന്നിട്ട് ഇപ്പോൾ കുക്കറിനകത്താണ് നമ്മൾ ചിക്കൻ വെക്കാൻ പോകുന്നത്. കുക്കറിനകത്താകുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് സവാളയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സവാള അരിഞ്ഞപ്പോഴത്തേക്ക് കണ്ണെല്ലാം കൂടെ എരിഞ്ഞ് കണ്ണിൽ കൂടെയൊക്കെ വെള്ളം വന്നിട്ട് വയ്യായിരുന്നു. ഇവിടെ സാധാരണ അമ്മയാണ് സവാള അരിഞ്ഞ് തരുന്നത്. ഇതിനിടയ്ക്ക് കുറച്ച് ചായയും കൂടെ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഒരു ചായയും കുടിച്ചിട്ട് പിന്നെ ചിക്കൻ വെക്കാനായിട്ട് പോവുകയാണ്. അതിനാദ്യമായിട്ട് കുക്കർ ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് പൊട്ടി വരുമ്പം നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും സവാളയും എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റണം. ഇപ്പോൾ ഈ കുക്കറിനകത്തായതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് വഴണ്ടി വരുന്ന സമയത്ത് നമ്മൾ മസാല എല്ലാം പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. എന്നുവെച്ചാൽ ഈ കറിക്ക് വേണ്ട എല്ലാ മസാലകളും ഞാൻ നേരത്തെ തന്നെ ചിക്കനകത്ത് പുരട്ടി വെച്ചിരിക്കുമായിരുന്നു. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് കുക്കർ അടച്ച് വെച്ച് ഒരു 2 വിസിൽ കേൾപ്പിക്കണം. വെള്ളം ഒഴിക്കുമ്പം കുറച്ചൊഴിച്ചാൽ മതി, കാരണം ചിക്കനകത്ത് വെള്ളമുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് 2 വിസിൽ കേൾക്കുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യണം. അപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചോറിന് മാത്രമല്ല ചപ്പാത്തിക്കും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. പിന്നെ വളരെ കുറച്ച് സമയത്ത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം.
നിങ്ങളിങ്ങനെ വെക്കാറുണ്ടോ? ഞാനിവിടെ വെക്കാറെന്ന് വെച്ചാൽ നമുക്ക് എവിടെയെങ്കിലും അത്യാവശ്യം എവിടെയെങ്കിലും പോകണമെങ്കിലൊക്കെ ഇങ്ങനെ തന്നെ വെക്കാറുള്ളത്. ഇച്ചിരി വെള്ളം പോലെ ആവാതെ ഇത്തിരി കുറുക്കി എടുക്കണമെന്നേ ഉള്ളൂ. വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി അപ്പോൾ വേവിക്കുമ്പോൾ. അപ്പോൾ പിന്നെ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി കൊടുക്കാം. പിന്നെ ഈ മിക്കവാറും എല്ലാ വീടുകളിലും ഇപ്പോൾ രാത്രിയിൽ ചോറങ്ങനെ കഴിക്കുന്നവരല്ലല്ലോ, അപ്പോൾ ചപ്പാത്തി അങ്ങനെ കാപ്പി കഴിക്കുന്നവരാണല്ലോ കൂടുതലും. അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം. ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു ഡിഷാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.